ஐயா வணக்கம். സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ ഈ ഒരു ലുക്കിൽ നടക്കുകയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കോഴി എന്നൊക്കെയാണ് ചില ദോഷൈക ദൃക്കുകൾ വിളിക്കുന്നത്. ഞാനും ആ ദോഷൈക ദൃക്കുകളിൽ ഒരാളാണ്. തകയോ. എന്തായാലും ഈ രാഹുൽ മാങ്കോഴി MLA ഇപ്പോൾ ഒരു ഗതികിട്ടാ പ്രേതത്തെ പോലെ അലയുകയാണ്. അദ്ദേഹത്തിൻ്റെ ലുക്ക് തന്നെ കാണണം. മുടിയും വളർത്തി, താടിയും വളർത്തി, ചീകി ഒതുക്കാത്ത മുടിയുമായി. അദ്ദേഹത്തെ ചീകി ഒതുക്കാത്ത മുടിയുമായി നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. നല്ല ടിപ്പ് ടോപ്പിൽ നല്ല പൗഡറൊക്കെ ഇട്ട്, പോൺസിൻ്റെ പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ നല്ല എണ്ണ തേച്ച് ചീകി ഒതുക്കി നല്ല കുട്ടപ്പനായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഈ ഗതി വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്തായാലും അദ്ദേഹം ഒരു അരിക്കൊമ്പനെ പോലെ പല കാടുകളും മലകളും പുഴകളും താണ്ടി വകഞ്ഞ് മാറ്റി ജാമ്യം കിട്ടുന്നത് വരെ ഒളിവിൽ കഴിഞ്ഞ ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ഇപ്പോൾ പല വേദികളിലും പല നേതാക്കന്മാരുടെയും അടുത്ത് പോയി നിൽപ്പുണ്ട്. ഒരു നോക്ക് ആ നേതാക്കന്മാരെ ഞാൻ നോക്കും എന്ന് കരുതിയാണ് നിൽക്കുന്നത്. പക്ഷേ നോ രക്ഷ. യവനെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കോൺഗ്രസ്സിലെ കുറ്റി തെറിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ പല നേതാക്കന്മാരും കണ്ട ഭാവം നടിക്കുന്നില്ല, എഴുന്നേറ്റ് അങ്ങ് പോയിന്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അങ്ങനെ എഴുന്നേറ്റ് പോകാൻ പോകുന്നതിൻ്റെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് നിന്നൊരു വേട്ടാവളിയും ചെന്നിത്തലയുടെ തോളത്തോട്ട് ഇങ്ങനെ ആക്കുന്നത് കണ്ടു. ചെന്നിത്തല എന്ന് പറഞ്ഞ് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മുടെ വിഷയം അതൊന്നുമല്ല. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി കൂടെ വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും പുതിയൊരു അതിജീവിതം ജനിച്ചോ എന്ന്. അല്ല, ഇതൊരു ആണിൻ്റെ പരാതിയാണ്. അയ്യേ അതൊന്നുമല്ല. അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഇതങ്ങനെയല്ല. ഇത് ആ അതിജീവിതയുടെ ഭർത്താവിൻ്റെ പരാതിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത്. ഭർത്താവ് പറയുന്നത് ഇവൻ ഞാനില്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിനകത്ത് കയറി ഇവൻ പരിപാടി സംഘടിപ്പിച്ചു, സമ്മേളനം നടത്തി എന്നാണ് പറയുന്നത്. സംഭവം അതിൽ കുറച്ച് കാര്യമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ പുരോഗമനവാദികൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആവാം. പുരോഗമനവാദികൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ ഏർപ്പെടാം, ഒരു പ്രശ്നവുമില്ല. മൈത്രേനെ പോലുള്ള ആൾക്കാർ പറയുന്നത് വിവാഹിതരായിരുന്നാലും സ്ത്രീക്കും പുരുഷനും പ്രണയബന്ധങ്ങളാകാമല്ലോ. അങ്ങനെ ആകുന്നത് ഇവിടെ ആർക്കാണ് തെറ്റി? അവൻ്റെ കാരണക്കുറ്റി നോക്കി പറഞ്ഞ ആഴ്ച കൊടുക്കാനാണ് ആ സമയത്ത് പല ആൾക്കാർക്കും തോന്നുന്നത്. പക്ഷേ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നിയമപരമായി മൂവ് ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിയമപരമായി നമുക്ക് മൂവ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഏക ആശ്വാസം എന്ന് പറയുന്നത്. എന്തായാലും ഈ പരാതി എന്താണ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. എന്നിട്ട് ഈ അവിഹിതത്തിൻ്റെ ഒരു രസതന്ത്രത്തെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും കാര്യങ്ങളൊക്കെ പിടികിട്ടും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വീണ്ടും പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ ഭർത്താവാണ് ഇത്തവണ പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ കുടുംബജീവിതം തകർത്തു. അതാണ് പോയിന്റ്. കുടുംബജീവിതം തകർത്തു എന്ന് പറഞ്ഞാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. പരാതിക്കാരിയുടെ ഭർത്താവ് പറയുന്നത് ഇത്തരത്തിലാണ്. ഇത് സംബന്ധിച്ച് DGPക്കും മുഖ്യമന്ത്രിക്കും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. രാഹുലിനെതിരെ BNS 84 പ്രകാരം കേസ് എടുക്കണമെന്നാണ് ആവശ്യം. എൻ്റെ പുക കണ്ടേ അടങ്ങോളടാ നീയൊക്കെ എന്നായിരിക്കും ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടം ആലോചിക്കുന്നത്. കാരണം ഈ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കണം. ഈ മനുഷ്യന് വികാരം എന്ന് പറഞ്ഞൊരു സാധനം ദൈവം തന്നിട്ടുണ്ട്. ആ വികാരത്തിന് മുകളിൽ വിവേകം എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? വിവേകം. അതായത് ദൈവം മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചല്ലോ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഈ വികാരം വേണം. ശരി, വികാരം തന്നേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ വികാരത്തിൻ്റെ പുറത്ത് ദൈവം ഒരു കടിഞ്ഞാണിട്ടു. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു കടിഞ്ഞാൺ ഇടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് വികാരം തന്നിരിക്കുന്നത്? എനിക്കത് നിയന്ത്രിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തതല്ലേ. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരാളെ നിയന്ത്രിക്കുകയാണ്, അതായത് ഒരാൾക്ക് തോക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ് തോക്ക് തരാം പക്ഷേ വെടിവെക്കരുത് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ തൂക്കിയിട്ടുകൊണ്ട് നടക്കാനാണോ തോക്ക് എന്ന് അയാൾക്ക് തോന്നില്ലേ? പക്ഷേ ഞാൻ അയാൾക്ക് തോക്ക് കൊടുത്തിട്ട് അയാളോട് പറയുകയാണ് ഞാൻ നിനക്ക് തോക്ക് തന്നു, ഇനി ഇത് നോക്കിയും കണ്ടും ഉപയോഗിക്കേണ്ട ബുദ്ധി കൂടെ ഞാൻ നിനക്ക് തരാം, അതുകൂടെ തരാം. അതാകുമ്പോൾ എനിക്ക് വേറെ ചിലവൊന്നും ഇല്ലല്ലോ, നോക്കിയും കണ്ടൊക്കെ നീ ഉപയോഗിച്ചോടെ, വരും വരായികളൊക്കെ നീ നോക്കി കണ്ടൊക്കെ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അതുപോലെയാണ് ദൈവം മനുഷ്യൻ വികാരം തന്നിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വിവേകം എന്ന് പറഞ്ഞൊരു സാധനം കൂടെ തന്നിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ നമ്മൾ പോയി അകപ്പെടും. മനസ്സ് പറയും ചെയ്യടാ 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 എന്ന് പറയും. എന്നാൽ മനസ്സിൻ്റെ അപ്പുറത്ത് നിന്നൊരു ആൾ നമ്മളോട് പറയും ചെയ്യരുത് ചെയ്യരുത്, കുടുങ്ങൻ ചെയ്യരുത്. ചെറിയ നൈമിഷികമായിട്ടുള്ളൊരു വികാരത്തിൻ്റെ പുറത്ത് നമ്മൾ ചാടി ചെയ്യുന്നതാണ്, ചെയ്യരുത് എന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആൾ പറയും. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമ്മുടെ മനസ്സിനോട് അപ്പുറത്ത് ആശയപരമായിട്ട് നിൽക്കുന്ന ആളോ നമ്മൾ തഴഞ്ഞുകൊണ്ട് നമ്മൾ ആ കാര്യം കയറി ചെയ്യും. അങ്ങനെയാണ് പല കുരുക്കുകളിലും നമ്മൾ പോയി പെടുന്നത്. എന്തായാലും
തൻ്റെ അസാന്നിധ്യം അവസരമാക്കിയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയെ വശീകരിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. വലിയ മാനനഷ്ടമുണ്ടായി. വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടം തൻ്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു. താനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചത് എന്നാണ് രാഹുലിൻ്റെ വാദം. ആഴുക അലവലാതി. എന്നാൽ പ്രശ്നം പരിഹരിക്കാനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത യുവതിയുടെ ഭർത്താവ് ചോദിക്കുന്നത്. എടേ, നീ പ്രശ്നം പരിഹരിക്കാനല്ലേ വന്നത്, പക്ഷെ നീ എന്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ എൻ്റെ അടുത്ത് വന്നില്ല? ഭർത്താവ് നൽകിയ പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പോരാത്തതിന് തൻ്റെ ലൈംഗിക ശേഷിയെ ചോദ്യം ചെയ്തുകൊണ്ട് പല സോഷ്യൽ മീഡിയ കമൻറ്റുകളും, അതായത് പുരുഷത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പല സോഷ്യൽ മീഡിയ കമൻറ്റുകളും വരുന്നുണ്ട്. അതിൽ തനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യം വളരെയധികം ന്യായമാണ്. കാരണം ഒരു സ്ത്രീക്കും പുരുഷനും പരസ്പരം ബന്ധപ്പെടണമെങ്കിൽ ബന്ധപ്പെടാം, അത് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി കുടുംബമുള്ള സ്ത്രീയും പുരുഷനുമാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്കുമാകാം എന്ന് പറഞ്ഞ് ചില കുടുംബം കലക്കൽ ഓളികൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്താണ്? അതായത് ഇത് നൈതികത, വ്യക്തി സ്വാതന്ത്ര്യം, സാമൂഹിക ഉത്തരവാദിത്തം എന്നിവ തമ്മിൽ ഇടപിണഞ്ഞ് കിടക്കുന്ന ഒരു വിഷയമാണ് ഈ അവിഹിതം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നാട്ട കേസാണ് എങ്കിലും ഞാൻ കുറച്ചുകൂടെ കാവ്യാത്മകമായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. നൈതികത, വ്യക്തി സ്വാതന്ത്ര്യം, സാമൂഹിക ഉത്തരവാദിത്തം, ഇത് മൂന്നുമുണ്ട്. മനസ്സിൽ വച്ചിരിക്കുക. അപ്പോൾ ശരി തെറ്റ് എന്ന ഒറ്റ വാക്കിൽ ഈ സംഭവത്തെ നമുക്ക് തീർക്കാൻ പറ്റില്ല. അവിഹിതം ശരിയാണോ? ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല. തെറ്റാണോ? തെറ്റാണ് എന്നും പറയാൻ പറ്റില്ല. ഈ വിഷയത്തെ നമുക്ക് 3 തലങ്ങളിലായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡീകോഡ് ചെയ്യാം. 3 തലങ്ങൾ. അതിലൊന്നാമത്തത് ഈ പുരോഗമന ഓളികളുടെ വാദമാണ്, പ്രോഗ്രസീവ് വ്യൂ എന്ന് പറയുന്നത്. പുരോഗമന ഓളികൾ പൊതുവെ പറയുന്നത് പ്രായപൂർത്തിയായ 2 വ്യക്തികൾ പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ അതിൽ സംസ്ഥാനത്തിനോ സമൂഹത്തിനോ, അതായത് സ്റ്റേറ്റിനോ സൊസൈറ്റിക്കോ ഇടപെടാനാകില്ല എന്നാണ് അവർ പറയുന്നത്. വിവാഹം ഒരു നിയമപരമായ കരാർ മാത്രമാണ്. ലൈംഗിക സ്വാതന്ത്ര്യം വ്യക്തിയുടെ ശരീരത്തിന് മേൽ അവകാശം സ്ഥാപിക്കലല്ല എന്നൊക്കെ അവർ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഈ നിലപാടിൽ നിന്ന് നോക്കുമ്പോൾ വിവാഹിതരായാലും പരസ്പര സമ്മതമുണ്ടെങ്കിൽ അത് അവരുടെ സ്വകാര്യ വിഷയം ആണെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിൻ്റെ എതിർവാദം എത്തിക്കൽ ആൻഡ് സോഷ്യൽ ക്രിട്ടിക് വാദം. അതായത് എത്തിക്കലായിട്ട്, നൈതികപരമായിട്ട്, ധാർമ്മികമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് നോക്കാം. ഇവിടെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളുണ്ട് ഇതിനെതിരെ. വിവാഹം ഈക്വൽ ടു എന്താണ്? ഉത്തരവാദിത്തം. വിവാഹം വെറും സെക്സ്, അതിനുള്ളൊരു കരാറല്ല എന്നുള്ളതാണ്. വിശ്വാസം, ട്രസ്റ്റ്, പ്രതിബദ്ധത, കമ്മിറ്റ്മെൻറ്റ് എന്നിവയുടെ സാമൂഹിക ഉടമ്പടി കൂടെയാണ് വിവാഹം എന്ന് പറയുന്നത്. അല്ലാത്തവന്മാർ കെട്ടാതിരുന്നാൽ പോരെ? അല്ല, സീരിയസ് ആയിട്ട്. അല്ലാത്ത അവന്മാർ മാത്രമല്ല, അല്ലാത്ത സ്ത്രീ തരുണീമണികളും കെട്ടാതിരുന്നാൽ പോരെ? വിവാഹം എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക പ്രതിബദ്ധത. വെറും സെക്സിനുള്ള കരാർ മാത്രമല്ല, അത് ഒരു വിശ്വാസമാണ്, പ്രതിബദ്ധതയാണ്, എന്നിവയുടെ സാമൂഹിക ഉടമ്പടി കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ സാമൂഹിക ഉടമ്പടിയൊക്കെ ഇതിനകത്ത് വരുന്നത്? കാരണം വിവാഹം കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കുട്ടിയെ സമൂഹത്തിൽ നല്ല ഒരാളായിട്ട്, നല്ലൊരു പൗരനായിട്ട് വളർത്തിക്കൊണ്ട് വരണമല്ലോ. അതിന് അച്ഛനും അമ്മയും ആദ്യം നന്നായിരിക്കട്ടെ, എങ്കിലേ അത് സംഭവിക്കും. അപ്പോൾ ഈ വിവാഹത്തിൽ മൂന്നാമൻ ഉണ്ടാകുമ്പോൾ വിവാഹിതനായിട്ടുള്ള ഒരാൾ മറ്റൊരാളുമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ സമ്മതം ഇല്ല. അതായത് ഇത് 2 പേരുടെ സ്വാതന്ത്ര്യം മാത്രമല്ല. അതായത് വിവാഹിതരായിട്ടുള്ള ഒരു ഭർത്താവ് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ 2 പേരുടെ സമ്മതം മാത്രം പോരാ, ആ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്ന പെണ്ണും പിള്ളയുടെ സമ്മതം കൂടെ വേണം. മൂന്നാമൻ്റെ അവകാശ ലംഘനമാകും ആ സമ്മതം കിട്ടിയിരിക്കും. അതായത് ഈ സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ പിറകെ പോകുമ്പോൾ ഈ ഭാര്യയ്ക്ക് അതിലൊരു അവകാശ ലംഘനം അനുഭവപ്പെടും. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്. മനസ്സിലായോ? കാരണം അവരുടെ ഭർത്താവാണ്, അവരുടെ കൊച്ചിൻ്റെ അച്ഛനാണ്. അങ്ങനൊരു സംഭവം ഉണ്ട്. ഇനി കുട്ടികളുണ്ടെങ്കിൽ അത് കുടുംബ സ്ഥിരതയെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. മാനസികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കുട്ടികൾക്കുണ്ടാകും. അത് മനസ്സിലാക്കിയിരിക്കുക. അതിനാൽ വിമർശകൻ എന്താണ് ഇതിനെ പറയുന്നത്? സ്വാതന്ത്ര്യം എന്ന പേരിൽ ഉത്തരവാദിത്തം തള്ളിക്കളയുന്നത് പുരോഗമനവാദമല്ല, പുരോഗമനവനമല്ല. അതായത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും എനിക്ക് നിറവേറ്റാൻ പറ്റില്ല എന്ന് പറയുന്നതല്ല പുരോഗമനവാദം. പുരോഗമനവാദം എന്ന് പറയുന്നത് എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നിയമപരമായിട്ടുള്ള നിലപാട് കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ ഇന്ത്യയിൽ വ്യഭിചാരം, അതായത് അഡൾട്ടറി ക്രിമിനൽ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ കുറ്റമല്ല എന്നുള്ളതാണ്. പക്ഷേ വിവാഹമോചനത്തിന് അത് കാരണമായേക്കാം. അതായത് നിങ്ങൾ വേറൊരാളുമായി ബന്ധം പുലർത്തുന്നത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ
പുഷ്പം പോലെ കിട്ടുമെന്നുള്ളതാണ്. ഇതൊരു സിവിൽ വിഷയമായി തുടരുന്നു. അതായത് നിയമം അംഗീകരിക്കുന്നു, പക്ഷേ ധാർമ്മികപരമായി ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവിടെയുണ്ട്. എന്തായാലും ലൈംഗിക സ്വാതന്ത്ര്യം മനുഷ്യാവകാശമാണ്. പക്ഷേ വിവാഹം എന്ന സ്ഥാപനത്തിനുള്ളിൽ ആ സ്വാതന്ത്ര്യം പരസ്പര വിശ്വാസത്തോടും ഉത്തരവാദിത്വത്തോടും കൂടെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിവാഹത്തിന് പുറത്ത് നിങ്ങൾക്കൊരു ബന്ധം വേണമെങ്കിൽ ആദ്യം വിവാഹബന്ധം സുതാര്യമായിട്ട് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അത് സ്വാതന്ത്ര്യമല്ല, വഞ്ചനയായി മാറും. നിങ്ങളോട് പങ്കാളിയോട് കാണിക്കുന്ന വഞ്ചനയായി അത് മാറും. ഒറ്റ വാക്യത്തിൽ പറഞ്ഞ സ്വാതന്ത്ര്യം വ്യക്തിയുടേതാണ്, പക്ഷേ വിവാഹം ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല എന്നുകൂടെ ആലോചിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏടാകൂടങ്ങളൊക്കെ വന്ന് ഭവിക്കും. ആക്ച്വലി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭവത്തിൽ തുടങ്ങി നമ്മളിത് ആക്ച്വലി ഒരു സ്റ്റഡി ക്ലാസ് പോലെയാണ് മുന്നോട്ട് പോയതെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പം ശരി.